കണ്ണേറ് ബാധിച്ചവൻ്റെ ശരീരത്തിൻ്റെ നീളം എത്രയാണോ അത്രയും നീളത്തിൽ നൂലെടുത്തിട്ട് ഒരു അമലുണ്ട്. ഇൻഷാ അല്ലാ എത്ര വലിയ കണ്ണും, കണ്ണേറിനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാലോ. നമുക്കൊക്കെ ജീവിതത്തിൽ ഒരുവിധ ആളുകൾക്കൊക്കെ ഉള്ള പ്രശ്നം കണ്ണേറാണ്. സത്യം, കുറേ ആളുകളുടെ പ്രശ്നം കണ്ണേറാണ്. നമ്മൾ സിഹറാണെന്ന് തെറ്റിദ്ധരിക്കുന്ന പല പ്രശ്നങ്ങളുടെയും പിന്നിൽ കണ്ണേറാണ്. കണ്ണേർ എന്ന് പറഞ്ഞാൽ സിഹറിനേക്കാൾ പേടിക്കണം. അതാണ് കണ്ണേറ്. കണ്ണേറ് മാറ്റാനുള്ള ഒരു അടിപൊളി അമൽ പറഞ്ഞു തരട്ടെ? ചെയ്യോ? ഇൻഷാ അല്ലാ. ചെയ്തിട്ട് ഫലം കിട്ടിയാൽ എന്ത് ചെയ്യണം? കമൻറ്റിൽ അറിയിക്കണം. ഉസ്താദേ നമ്മുടെ അമൽ ചെയ്തു, അൽഹംദുലില്ലാ ഫലം കിട്ടി എന്നുള്ളത് കമൻറ്റിൽ അറിയിക്കണം. ഇൻഷാ അല്ലാ. അമൽ പറഞ്ഞു തരട്ടെ? ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാ. കണ്ണേറ് ബാധിച്ച ഒരു വ്യക്തി പല പ്രയാസങ്ങൾ അനുഭവിക്കും. ക്ഷീണം, തളർച്ച, തലചുറ്റൽ, ജോലി തടസ്സം, പല ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. ഒരു 25 വയസ്സായ ഒരു മകൻക്ക് കണ്ണേറ് ബാധിച്ചു എന്ന് സങ്കല്പിക്കുക. ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഈ 25 വയസ്സായ മകനെ നിർത്തിയിട്ട് എന്ത് ചെയ്യുക? അവനെ ഒന്നും കൊണ്ട് അളക്കണം, നൂല് കൊണ്ട് അളക്കണം. അപ്പോൾ ഈ അളക്കുന്നതിന് മുമ്പ് ആദ്യം അവനൊന്ന് ഒളു എടുക്കണം. ഒളു എടുത്ത് വന്നതിന് ശേഷമാണ് നിങ്ങളത് അളക്കേണ്ടത്. ഓക്കെ? ഒളു എടുത്ത് വന്നു. ഈ നീളത്തിൽ എന്ത് ചെയ്യുക? നന്നായിട്ട് അവൻ്റെ തല മുതൽ എന്ത് ചെയ്യുക? കാലിൻ്റെ പാദം വരെ അളക്കുക. അളന്നാൽ നിങ്ങൾക്കൊരു നൂലിൻ്റെ വലിപ്പം കിട്ടുമല്ലോ. അപ്പോൾ ഒരു സുമാറ് ഞാനിപ്പോൾ ഇത്ര എടുത്തിട്ടുള്ളൂ, ഇത്രയൊന്നും ആവില്ല. 25 വയസ്സായ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നീളം ഉണ്ടാവും, ഹൈറ്റ് ഉണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് അനുസരിച്ച് നൂലെടുക്കുക. ഞാൻ ഉദാഹരണം മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ. ഇതാണിപ്പോൾ ഒരാളുടെ ഹൈറ്റ്. ഈ ഹൈറ്റിൽ നൂലെടുക്കുക. നിങ്ങൾ എടുക്കേണ്ടത് ഈ ഹൈറ്റിലല്ല. ആർക്കാണോ കണ്ണേറ് ബാധിച്ചത് അവരുടെ ഹൈറ്റിലാണ് നൂലെടുക്കേണ്ടത്. ഇതിനെ നമ്മൾ 7 ഭാഗമാക്കണം. മുറിക്കരുത്, മുറിക്കാതെ 7 ഭാഗമാക്കണം. കറക്റ്റ് അളവായിരിക്കണം. ഓക്കെ? അപ്പോൾ ഞാൻ ഇതിനെ നടുവൊന്ന് മടക്കി. അപ്പോൾ 2 ആയില്ലേ? പിന്നെ ഒന്നും കൂടി മടക്കി. അപ്പോൾ എത്രയായി? 4 ആയി അല്ലേ? പിന്നെ ഒന്നും കൂടി മടക്കി. അപ്പോൾ എത്രയായി? 6 ആയി. ഇങ്ങനെ ഓരോന്നും മടക്കി 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 ഒരേ അളവിൽ മടക്കി 7 അളവാക്കുക. ഈ 7 അളവാക്കിയതിന് ശേഷം ഓരോ അളവിടുമ്പോഴും ഒരു കെട്ട് കെട്ടുക. കെട്ടുമ്പോൾ ഫലക്ക് സൂറത്താണ് ഓതേണ്ടത്. ഞാൻ ഉദാഹരണം കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഒരളവ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളെടുത്ത ആ ഒരു വലിയ ചരട്, ആ ഒരു വലിയ നൂലിൻ്റെ 7 ഭാഗത്തിൽ ഒരു ഭാഗം, ആ ഒരു ഭാഗത്തിൽ എന്ത് ചെയ്യുക? സാധാരണ നമ്മൾ മന്ത്രിച്ച് ഓതുമ്പോൾ കെട്ടിടുന്നത് പോലെ ഇതിനുള്ളിൽ ചെറിയൊരു കെട്ട് ഇടുക. കെട്ടിട്ടതിന് ശേഷം ഇതിനുള്ളിൽ എന്ത് ചെയ്യുക? 7 ഫലക്ക് ഓതുക. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ഇങ്ങനെ 7 തവണ ഊതുക. ഈ കെട്ടിനുള്ളിൽ ഊതുക. ആർക്കാണോ ഈ ബുദ്ധിമുട്ടുള്ളത് അവനെയും ഊതുക. 7 എണ്ണം കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യുക? ഒന്ന് നശ്ഫി പറഞ്ഞിട്ടൊന്ന് കെട്ടുക. എന്നിട്ട് അടുത്ത ഭാഗം, അടുത്ത കെട്ട് എവിടെ? ഇതവിടെ. ഇതിലൊരു കെട്ട്, ഇതേപോലെ കെട്ട്. ഇങ്ങനെ 7 ഭാഗം. ഈ ഹൈറ്റ്, എത്ര ഹൈറ്റാണോ നൂല് അത്രയും ഹൈറ്റുള്ള നൂലിനെ 7 ഭാഗം, കറക്റ്റ് 7 ഭാഗമാക്കുക. ഓരോ ഭാഗത്തും എന്ത് ചെയ്യുക? കെട്ടിടുക. ഫലക്ക് സൂറത്ത് ഓതിയിട്ട് കെട്ടുക. ഇൻഷാ അല്ലാ. ശേഷം ഈ നൂല് നിങ്ങളൊരു പാത്രത്തിലിട്ടിട്ട് എന്ത് ചെയ്യുക? നന്നായിട്ട് കത്തിക്കുക. കത്തിക്കുന്ന സമയത്ത് നിങ്ങൾ പറയുക, അല്ലാഹുവേ ഈ നൂല് കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോകുന്നത് പോലെ, ഈ നൂല് കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോകുന്നത് പോലെ, ചാരമായി പോകുന്നത് പോലെ ഞങ്ങളെ ശരീരത്തിലേറ്റ കണ്ണ്, നാവ്, സിഹർ, ഞങ്ങളെ ശരീരത്തിലേറ്റ എല്ലാ പ്രയാസങ്ങളും കണ്ണേറൊക്കെ റബ്ബേ ഇതോടുകൂടി ബാത്തിലായി പോകണം എന്ന് പറയാം. എന്നിട്ട് ആ കരിച്ച ആ ഒരു പുക ഉണ്ടല്ലോ, ഈ പുക എന്ത് ചെയ്യുക? ഈ ആളുടെ ശരീരത്തിൽ തട്ടിച്ചു കൊടുക്കുക.
ഈ പുക വരുമ്പോൾ ആ പുക ശരീരത്തിൽ മുഖത്തും അവിടെയൊക്കെ ഒന്ന് തട്ടുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുക. ശേഷം ആ വെണ്ണൂറ് വെള്ളത്തിലേക്ക് കളയുക. ഒരുപാട് ആളുകൾ പരീക്ഷിച്ച് തെളിഞ്ഞതാണ്. കുറേ ആളുകൾ പരീക്ഷിച്ച് തെളിഞ്ഞതാണ്. ഇപ്പോൾ എന്നെ ചില കുട്ടികൾക്ക് സുഖമില്ല ഉസ്താദെ, കുട്ടികൾ ഭയങ്കര കരച്ചിലാണ്, രാത്രി ഉറങ്ങണില്ല എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും വിളിക്കാറുണ്ട്. ഞാൻ വളരെ സിമ്പിളായിട്ട് പറച്ചില്ല, എന്താ, നിങ്ങൾ ആ കുട്ടിയുടെ അളവനുസരിച്ച് നൂലെടുക്കൂ, അത് 7 ഭാഗമാക്കിയിട്ട് ആ ഫലക്ക് സൂറത്ത് ഓതി കെട്ടിയിട്ട് അതൊന്ന് കത്തിക്കൂ, എന്നിട്ട് അത് കരിയിച്ച് കളയൂ. ആ കുട്ടിക്ക് എന്ത് ചെയ്യൂ, അതിൻ്റെ പുക ലേശം കൈമെന്ന് ലേശം തലേൻ്റെ ആ ഭാഗത്ത് ഒന്ന് തട്ടുന്ന രീതിയിലൊന്ന് ആക്കി കൊടുക്കൂ എന്ന് പറയും. ആ കുട്ടി അതിനുശേഷം അത് ഒഴിവാക്കാനാണ് പറച്ചിൽ. 3 ദിവസം കൊണ്ടൊക്കെ പെട്ടെന്ന് കുട്ടികൾക്ക് ഫലം കിട്ടാറുണ്ട്. പല അമലുകളും നമ്മൾ പരീക്ഷിച്ച് തെളിഞ്ഞ പല അമലുകളാണ് നിങ്ങൾക്ക് വിട്ടുതരുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കൂ. കണ്ണേറ് ബാത്തിലായാൽ തന്നെ നമ്മുടെ കുറേ പ്രശ്നങ്ങൾ തീരും, ഒരുപാട് പ്രശ്നങ്ങൾ തീരും. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ കണ്ണേറും അള്ളാഹു ബാത്തിലാക്കി തരട്ടെ. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അള്ളാഹു മാറ്റിത്തരട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു അമലും കൊണ്ട് നമുക്ക് നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.